ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം കോമെ പെപ്ര കംബോഡിയൻ ക്ലബ്ബായ സോയറിംഗ് FC-യിലേക്കായിരുന്നു പോയിരുന്നത്. അവിടെ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ സീസൺ പൂർത്തിയായപ്പോൾ 41 ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. മിന്നും പ്രകടനമാണ് പെപ്ര നടത്തിയിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് AFC ചാലഞ്ച് ലീഗിൽ 7 മത്സരങ്ങളാണ് പെപ്ര കളിച്ചിട്ടുള്ളത്. 8 ഗോളുകളും 2 അസിസ്റ്റുകളും അഥവാ 10 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനിയും മത്സരങ്ങൾ അവർക്ക് അവിടെ കളിക്കാനുണ്ട്. ഇനി കംബോഡിയൻ പ്രീമിയർ ലീഗിൽ 24 മത്സരങ്ങൾ പെപ്ര കളിച്ചു. 20 ഗോളുകളും 6 അസിസ്റ്റുകളും സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ 26 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിയാൻ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിൽ 4 മത്സരങ്ങളാണ് പെപ്ര കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 1 ഗോളും 2 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി, അഥവാ 3 ഗോൾ പങ്കാളിത്തങ്ങൾ. കംബോഡിയൻ സൂപ്പർ കപ്പിൽ 1 മത്സരത്തിൽ നിന്ന് 2 ഗോളുകൾ അദ്ദേഹം നേടി. അങ്ങനെ ആകെ 36 മത്സരങ്ങൾ കളിച്ചു, 31 ഗോളുകൾ നേടി, 10 അസിസ്റ്റുകൾ സ്വന്തമാക്കി. അങ്ങനെ 41 ഗോൾ പങ്കാളിത്തങ്ങളാണ് പെപ്ര വഹിച്ചിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് അദ്ദേഹം ഈ സീസണിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. ശരിയാണ്, ISL-നേക്കാൾ ഒരല്പം നിലവാരം കുറഞ്ഞ ലീഗാണ് കംബോഡിയൻ പ്രീമിയർ ലീഗ്. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം AFC-യുടെ കോമ്പറ്റീഷനിലും തിളങ്ങാൻ പെപ്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് പെപ്ര ഇപ്പോൾ ഏറ്റവും മികച്ച ഫോമിലാണ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിനകത്ത് ഇത്രയും മികവിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പക്ഷേ കംബോഡിയയിൽ ഇപ്പോൾ പെപ്രയ്ക്ക് സുവർണ്ണ കാലമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.